ഇപ്പോൾ മറ്റൊരു കിറ്റ് വിവാദം കൂടി വരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് തന്നെ വീണ്ടും വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമാണ്. 24 ഈ വാർത്ത പുറത്തുവിടുകയാണ്. തൃശ്ശൂരിൽ വീണ്ടും കിറ്റ് വിവാദം. വോട്ടിന് കിറ്റ് എന്ന തരത്തിൽ അത് BJPക്കെതിരെ തന്നെയാണ് വിവാദം വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാച്ചേരിയിലെ അച്ചാർ കമ്പനിക്ക് അകത്ത് കിറ്റുകൾ കണ്ടെത്തിയെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. BJP വിതരണത്തിനായി തയ്യാറാക്കിയ കിറ്റുകൾ എന്ന ആരോപണമുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥി അബിൻസിന്റെ സഹോദരൻ്റെതാണ് സ്ഥാപനം. തൃശ്ശൂരിലാണ് വീണ്ടും കിറ്റ് വിവാദം വരുന്നത്. പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ദൃശ്യങ്ങളാണ് ഞങ്ങൾ എത്തിക്കുന്നത്. ഇത് തൃശ്ശൂർ കാച്ചേരിയിലെ അച്ചാർ കമ്പനിക്ക് അകത്ത് ഉള്ള കിറ്റുകളാണ്. BJP വിതരണത്തിനായി സൂക്ഷിച്ച കിറ്റുകൾ എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. ഉടൻ തന്നെ നമ്മൾ വിവരങ്ങളിലേക്ക് പോകും. ശ്രീജിത്ത് ഉടൻ തന്നെ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെയും കിറ്റ് വിവാദത്തിൽ ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കിറ്റ് വിവാദം തൃശ്ശൂരിൽ അവസാനിക്കുന്നില്ല, വീണ്ടും നമ്മൾ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നുണ്ടല്ലോ, വിവരങ്ങൾ എങ്ങനെയാണ്? കിറ്റ് വിവാദം തൃശ്ശൂരിൽ അവസാനിക്കുന്നില്ല. ഇത് കാച്ചേരിയിലെ ഒരു അച്ചാർ കമ്പനിയാണ്. ഇവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളുടെ അനുജന്റെ അച്ചാർ കമ്പനിയാണെന്നാണ് പറയുന്നത്. അച്ചാർ ഫാക്ടറിയിൽ ആണ് ഈ കിറ്റുകളൊക്കെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇത് കൃത്യമായ രീതിയിൽ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് BJPയുടെ കിറ്റ് വിതരണത്തിന് വേണ്ടിയാണ്. സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി കൊടുക്കാൻ കിറ്റ് വിതരണത്തിന് വേണ്ടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും BJP നേതാക്കളുടെ അനുജന്റെ LDFന്റെ നേതാവിന്റെ ഒരു പ്രതികരണം കൂടി ഒരു ഘട്ടത്തിൽ നമുക്ക് തേടേണ്ടതുണ്ട്. ബിനോയ് ഷബീർ, AIFന്റെ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ്. ബിനോയ്, എന്താണ് നിങ്ങളുടെ ആരോപണം? തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തകരാണ് വിളിച്ചു പറയുന്നത്. ഇതൊരു ഉൾപ്രദേശത്തുള്ള ഒരു ഗോഡൌൺ ആണ്. ഇതൊരു അച്ചാർ കമ്പനിയാണ്. ഈ അച്ചാർ കമ്പനിക്കകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അച്ചാർ കമ്പനിക്കകത്ത് സോപ്പും അരിയും എണ്ണയും ഉൾപ്പെടെയുള്ള കിറ്റുകളാണ്. ഏകദേശം ഒരു കിറ്റിന് 1000ഓളം രൂപ വില വരുന്ന ഒരു കിറ്റുകളാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ സഖാക്കൾ കാണാത്ത ഒരു വണ്ടികൾ കണ്ടപ്പോഴാണ് അത് തടഞ്ഞു നിർത്തി. എന്താണെന്ന് നോക്കുമ്പോൾ പുറത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ ടണ്ണ് കണക്കിന് അരികൾ അവിടെ വണ്ടിയിൽ വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തെ തീർച്ചയായും പണം കൊടുത്ത് പണാധിപത്യമാക്കി മാറ്റുന്ന പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഇത് 3ാമത്തെയും 4ാമത്തെയും ഇൻസിഡന്റ് ആണ് ഈ കാണുന്നത്. ഈ ഗോഡൌണുകൾ കേന്ദ്രീകരിച്ച്, സൂപ്പർ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ട് നേടാനുള്ള ഈ BJPയുടെ തന്ത്രമാണ്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്ക് പറയാനുള്ളത് ഈ ഗോഡൌൺ അടിയന്തരമായി അടച്ചുപൂട്ടായിട്ട് BJPയുടെ ആണെന്നുള്ളത് BJPയുടെ ഒരു പ്രവർത്തകന്റെ അദ്ദേഹത്തിന്റെ അനിയന്റെ ഒരു സ്ഥാപനമാണ്. അതൊരു ഉൾപ്രദേശത്താണ്. 2 തവണ കൗൺസിലറായി മത്സരിച്ച BJP നേതാവിന്റെ അനിയന്റെ സ്ഥാപനമാണത്. പരാതി കൊടുക്കും, തീർച്ചയായിട്ടും പരാതി കൊടുക്കും. ഞങ്ങളെ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. റിട്ടേണിംഗ് ഓഫീസറെ നേരിട്ട് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് മറ്റേ ഫ്ലൈയിങ് സ്ക്വാഡിനെ ഇങ്ങോട്ട് അയക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഇവിടെ ഫ്ലൈയിങ് സ്ക്വാഡ് എത്തിയിട്ടുണ്ട്. അവരിതിന്റെ നടപടിയെടുക്കട്ടെ. ഇവർ പറയുന്നത് വിഷുവിന് വിതരണം ചെയ്യാൻ വേണ്ടി ഏതോ ഒരു അമ്പലം കേന്ദ്രീകരിച്ച് വിഷുവിന് വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന കിറ്റാണെന്നാണ് പറയുന്നത്. വിഷുവിന് വിതരണം ചെയ്യേണ്ട കിറ്റുകൾ അല്പം മുമ്പ് ഇവിടുന്ന് വാഹനങ്ങളിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് സപ്ലൈ ഇവിടുന്ന് നടത്തുകയാണ്. ഇവിടെ കിറ്റുകൾ തയ്യാറാക്കിക്കൊണ്ട് ഇവിടുന്ന് മറ്റ് കേന്ദ്രങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത്, ഒരു അച്ചാർ കമ്പനിക്കകത്ത് എങ്ങനെയാണ് സോപ്പും, അലക്കുന്ന സോപ്പും, പരിപ്പും, പഞ്ചസാരയും, അരിയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, എന്തിനാണ് ഒരു അച്ചാർ കമ്പനിക്ക് വിഷുവിന് കിറ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഓർഡർ കൊടുക്കുന്നത്? തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തന്നെയാണ് BJP ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒളരിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഇതേ സാധനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റുകൾ പിടിച്ചെടുക്കുന്ന ഒരു സമീപനം ഉണ്ടായി. ഇപ്പോൾ അതന്നെ വീണ്ടും ഈ ഇലക്ഷന്റെ തലേ ദിവസം വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനാധിപത്യത്തെ തികച്ചും പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് BJPയുടെ ഭാഗത്ത്. ഞങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും പരാതി കൊടുക്കും. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്, പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും പരാതി കൊടുക്കും. ഈ സ്ഥാപനം അടച്ചുപൂട്ടണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും അതാണ്. LDFന്റെ നേതാവാണ്, CPയുടെ മണ്ഡലം സെക്രട്ടറിയാണ് നമ്മോട് സംസാരിച്ചത്. ഇത്രയധികം ദൃശ്യങ്ങൾ, ഈ കിറ്റുകൾ എന്തിന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു എന്ന ചോദ്യത്തിന് വിഷുവിന് വിതരണം ചെയ്യാൻ വേണ്ടി വെച്ച കിറ്റുകളാണ് എന്നാണ് അവർ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഉടമയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉടമയുടെ ഒരു പ്രതികരണം കൂടി നമുക്ക് തരേണ്ടതുണ്ട്. എന്തെങ്കിലും കണക്ഷൻ BJPക്ക് ഉണ്ടോ ഈ വിഷയത്തിൽ? അല്ല, അതായത് ഇത് ലോക്കൽ രാഷ്ട്രീയമാണ്. ലോക്കൽ രാഷ്ട്രീയത്തിൽ ചേട്ടന് ഉടമയാണ് പതിവ്. അപ്പോൾ ചേട്ടൻ ഇവിടെ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ പൊളിറ്റിക്കലി ആക്റ്റീവാണ്. തൃശ്ശൂർ ജില്ലയിൽ ആക്റ്റീവാണ്. അതെ. അല്ല, അതിപ്പോൾ ഇതൊക്കെ പരിചയത്തിന് പുറത്തുള്ള ഓർഡറല്ല, പരിചയമാണെന്നാണ്. എത്ര കിറ്റ് അവർ ഓർഡർ പറഞ്ഞത്? 750 കിറ്റ്. ഒരു കിറ്റ് എത്ര വരും?
രൂപ 700 രൂപ. ഇതിന് മുൻപ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? മുൻപ് അല്ല സാറേ, കഴിഞ്ഞിട്ടില്ല. ഇനി എനിക്ക് പറയാനുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് 5 മണി സമയം എല്ലാവരും ഇവിടെ വരുന്നു. ഞങ്ങളുടെ വണ്ടിയിൽ 2 ടൺ അരി കിടപ്പുണ്ട് കിറ്റ് ഉണ്ടാക്കാനുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇലക്ഷൻ നാളെ രാവിലെ 6 മണിക്കാണ്. നടക്കുമോ? അല്ല, ഉണ്ടാക്കി തീരുമോ? കിറ്റ് കൊടുക്കൽ അവിടെ നിൽക്കട്ടെ, ഉണ്ടാക്കാൻ പറ്റുമോ സാറേ? ഇതാണ് നമ്മുടെ ലോജിക്ക്. അല്ല, ലോജിക്ക് എന്നല്ല, നമ്മുടെ കാര്യം ഇതാണ്. വിഷുവിന് വേണ്ടി തയ്യാറാക്കി വെച്ച കിറ്റ് ഇല്ല, ഇത് വിഷുവിന്റെ പണി തുടങ്ങുന്നുള്ളൂ. നിങ്ങളൊന്ന് ഒഴിവായി തരണം. തീർച്ചയായും തെരഞ്ഞെടുപ്പ് എത്തിയിട്ടുണ്ട്. അവർ അതുകൊണ്ട് മാധ്യമങ്ങൾ കൃത്യമായ രീതിയിൽ മാറണമെന്നാണ് പറയുന്നത്. എന്തായാലും മാധ്യമങ്ങൾ ഇവിടുന്ന് മാറണമെന്ന് കൃത്യമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങൾ പൂർണ്ണമായി ഈ മേഖലയിൽ നിന്ന് മാറണം. അദ്ദേഹത്തിന് എന്താണ് മറുപടി പറയാനുള്ളതും കൂടി നടപടി എടുക്കാനുള്ളത് എന്താണ്? അല്ല, പ്രാഥമികമായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് കൂടുതൽ കാര്യം കണക്കെടുത്തതിന് ശേഷമേ ഏത് അല്ല പാർട്ടിക്കായിട്ട് ബന്ധപ്പെട്ടാണോ അല്ല മറ്റു കാര്യങ്ങൾ കൊണ്ടുവന്നതാണോ എന്ന് അതിന് ശേഷം പറയാം കേട്ടോ. ഒരു കണക്കെടുപ്പ് നടത്തിയതിനു ശേഷം തങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കണക്കെടുപ്പിന് വേണ്ടി മാധ്യമങ്ങളെല്ലാവരും തന്നെ ഇവിടുന്ന് മാറണമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് തൊട്ടുപുറകിലേക്ക് മാറുകയാണ്. എന്തായാലും കിറ്റുകളാണ്, അത് കൊല്ലം പത്തനാപുരം മേഖലകളിലേക്ക് കൊണ്ടുപോകാനാണ്, വിഷുവിനാണ്, അല്ലാതെ തെരഞ്ഞെടുപ്പൊന്നുമല്ല എന്നുള്ളൊരു വിശദീകരണമാണ് അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നത്. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും തുടർ നടപടി അവർ പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന മറ്റു തരത്തിൽ അങ്ങനെ ഓർഡർ ചെയ്തതായി ഇല്ല, അങ്ങനെ ഓർഡർ ചെയ്തിട്ടില്ല. ഇതിന് മുൻപ് കിറ്റുകൾ ഇത്തരത്തിൽ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും LDF നേതാക്കളുടെ ഒരു പരാതിയാണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിട്ടുണ്ട്. പരിശോധന ആ മേഖലയിൽ നടക്കുകയാണ്. ശരി, അതാണ് BJP പ്രവർത്തകന്റെ സഹോദരന്റെ സ്ഥാപനം എന്നുള്ളതാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥി അബിൻസിന്റെ സഹോദരന്റെ സ്ഥാപനത്തിൽ നിന്നാണ് കിറ്റുകൾ കണ്ടെത്തിയത്. 750 കിറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് വിഷുവിന് വേണ്ടി കൊണ്ടുവന്നതാണ് എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന വാദം. നേരത്തെയും വാടാനപ്പള്ളിയിലും സമാന തരത്തിലേക്ക് തന്നെയാണ് അവർ ഈ വിഷയത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെയൊന്ന് തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് ഇങ്ങനെ കാണുന്നത്? അതും അച്ചാർ കമ്പനിയാണ്, അവിടെയാണ് ഇങ്ങനെ ഒരു കിറ്റ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സംശയം. ഇപ്പോൾ കണക്കുകൾ പറയുമ്പോൾ 1000 രൂപ, ഏകദേശം 1000 രൂപയുടെ കിറ്റുകളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 750 കിറ്റുകളുണ്ട്, ഏകദേശം 75,000 രൂപ അടുപ്പിച്ച്. വാടാനപ്പള്ളിയിലും 72,000-ന് പുറത്ത് രൂപയുടെ കിറ്റുകളാണ് അവിടെയും കണ്ടെത്തിയത്. ഏകദേശം തുകയെല്ലാം കൃത്യമാണ് അവിടെയും കണ്ടെത്തിയിരിക്കുന്ന കിറ്റുകൾ വെച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.